നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 അക്ഷരകേരളി പരീക്ഷാ പതിപ്പിലെ +2 തുല്യത സോഷ്യോളജി മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ്. മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ചോദ്യോത്തരങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ നിർബന്ധമായും ഫസ്റ്റ് കമന്റ് കൂടി ഒന്ന് നോക്കുക. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയം ഏതാണെന്നാണ് ചോദ്യം. അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സമൂഹശാസ്ത്ര സങ്കല്പം. ഉത്തരം സമൂഹശാസ്ത്ര സങ്കല്പം. ഇത് ഭാഗം 1 ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. പേജ് നമ്പർ 14 നോക്കുക. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനായി പ്രശസ്ത അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽസ് മുന്നോട്ട് വെച്ച ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. രണ്ടാമത്തെ ചോദ്യം, ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കിന് പറയുന്ന പേര്? ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കിന് പറയുന്ന പേര്? ഓപ്ഷൻസ്: ലിംഗ അനുപാതം, ആയുർദൈർഘ്യം, മരണനിരക്ക്, ശിശു മരണനിരക്ക്. ഉത്തരം ലിംഗ അനുപാതം. ഉത്തരം ലിംഗ അനുപാതം. ഭാഗം 1 പേജ് നമ്പർ 31 ഇതേക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നോക്കുക. മൂന്നാമത്തെ ചോദ്യം, അയിത്തം നിരോധിച്ച ഭരണഘടനാ വകുപ്പ്. അയിത്തം നിരോധിച്ച ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 14. ഉത്തരം ആർട്ടിക്കിൾ 17. ഉത്തരം ആർട്ടിക്കിൾ 17. ഭാഗം 1 പേജ് നമ്പർ 118 നോക്കുക. നാലാമത്തെ ചോദ്യം, ഡിജിറ്റൽ ഡിവൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിജിറ്റൽ ഡിവൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: നഗരവും ഗ്രാമവും തമ്മിലുള്ള റോഡ് ദൂരം, സാങ്കേതിക വിദ്യ ലഭിക്കുന്നവരും ലഭിക്കാത്തവരും തമ്മിലുള്ള അസമത്വം, ഫോണുകളുടെ വില വർധനവ്, കമ്പ്യൂട്ടർ പഠനത്തിലെ കുറവ്. ഉത്തരം സാങ്കേതിക വിദ്യ ലഭിക്കുന്നവരും ലഭിക്കാത്തവരും തമ്മിലുള്ള അസമത്വം. ഉത്തരം സാങ്കേതിക വിദ്യ ലഭിക്കുന്നവരും ലഭിക്കാത്തവരും തമ്മിലുള്ള അസമത്വം. ഇത് ഭാഗം 2 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ചിപ്കോ പ്രസ്ഥാനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ്: ജാതി വിരുദ്ധ പ്രസ്ഥാനം, സ്ത്രീ വിമോചന പ്രസ്ഥാനം, പരിസ്ഥിതി പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം. ഉത്തരം പരിസ്ഥിതി പ്രസ്ഥാനം. ഉത്തരം പരിസ്ഥിതി പ്രസ്ഥാനം. ഭാഗം 2 പേജ് നമ്പർ 151 ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. ആറാമത്തെ ചോദ്യം, വിപണിയെ ഒരു സാമൂഹിക സ്ഥാപനമായി സമൂഹ ശാസ്ത്രജ്ഞർ കാണാൻ കാരണം എന്താണ്? വിപണിയെ ഒരു സാമൂഹിക സ്ഥാപനമായി സമൂഹ ശാസ്ത്രജ്ഞർ കാണാൻ കാരണം എന്താണ്? ഓപ്ഷൻസ്: വിപണിയിൽ പണം മാത്രമാണ് പ്രധാനം, സാമ്പത്തിക ഇടപാടുകൾ സാമൂഹികമായ ബന്ധങ്ങളാലും വിശ്വാസങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നു, വിപണി ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്, വിപണി സർക്കാർ നിയന്ത്രണത്തിലാണ്. ഉത്തരം സാമ്പത്തിക ഇടപാടുകൾ സാമൂഹികമായ ബന്ധങ്ങളാലും വിശ്വാസങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നു. ഉത്തരം സാമ്പത്തിക ഇടപാടുകൾ സാമൂഹികമായ ബന്ധങ്ങളാലും വിശ്വാസങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നു. ഇത് ഭാഗം 1 4ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, ടൈലറിസം വ്യവസായ മേഖലയിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടൈലറിസം വ്യവസായ മേഖലയിൽ
എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് സമയം കണക്കാക്കി ചെയ്യുന്ന രീതി, തൊഴിലാളികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന രീതി, യന്ത്രങ്ങൾ ഉപയോഗിക്കാതെയുള്ള ജോലി, കൂടുതൽ വിദേശ നികുതി ഏർപ്പെടുത്തൽ. ഉത്തരം: ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് സമയം കണക്കാക്കി ചെയ്യുന്ന രീതി. ഉത്തരം: ജോലിയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് സമയം കണക്കാക്കി ചെയ്യിക്കുന്ന രീതി. ഭാഗം 2 പേജ് നമ്പർ 86 നോക്കുക. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ടൈലറിസം എന്ന ആശയം അവതരിപ്പിച്ചത്. ശാസ്ത്രീയ മാനേജ്മെന്റ്, വ്യാവസായിക എഞ്ചിനീയറിംഗ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. 8ാമത്തെ ചോദ്യം: വ്യക്തിപരമായ ഇടപാടുകൾ കമ്പോളത്തെ സ്വാധീനിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വ്യക്തിപരമായ ഇടപാടുകൾ കമ്പോളത്തെ സ്വാധീനിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻസ്: ആദം സ്മിത്ത്, അമർത്യ സെൻ, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ. ഉത്തരം: ആദം സ്മിത്ത്. ഉത്തരം: ആദം സ്മിത്ത്. ഭാഗം 1 പേജ് നമ്പർ 89. 9ാമത്തെ ചോദ്യം: നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: മാതൃസ്ഥാനീയം, പിതൃസ്ഥാനീയം, മാതൃദായകം, പിതൃദായകം. ഉത്തരം: മാതൃസ്ഥാനീയം. ഉത്തരം: മാതൃസ്ഥാനീയം. ഭാഗം 1 പേജ് നമ്പർ 74 കൊടുത്തിരിക്കുന്ന കുടുംബത്തിന്റെ മറ്റു രൂപങ്ങൾ എന്ന ചാർട്ട് നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 10ാമത്തെ ചോദ്യം: കരാർ കൃഷി സമ്പ്രദായം പ്രധാനമായും ഗുണം ചെയ്യുന്നത് ആർക്കാണ്? കരാർ കൃഷി സമ്പ്രദായം പ്രധാനമായും ഗുണം ചെയ്യുന്നത് ആർക്കാണ്? ഓപ്ഷൻസ്: ചെറുകിട കർഷകർ, ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ അഥവാ MNC, ഭൂരഹിത തൊഴിലാളികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട കർഷകർ. ഉത്തരം: ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ അഥവാ MNC. ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ അഥവാ MNC. ഇത് ഭാഗം 2 പേജ് നമ്പർ 73 നോക്കി മനസ്സിലാക്കുക. അടുത്തത് 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 11ാമത്തെ ചോദ്യം: ചരക്കുവൽക്കരണം എന്നാൽ എന്ത്? ചരക്കുവൽക്കരണം എന്നാൽ എന്താണ്? ഭാഗം 1 പേജ് നമ്പർ 97 നോക്കുക. ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കുവൽക്കരണം എന്ന് പറയുന്നത്. ഉദാഹരണം: കുടിവെള്ളം. കുടിവെള്ളം പണ്ട് വിൽപ്പന ചരക്കല്ലായിരുന്നു. എന്നാൽ കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുമ്പോൾ അത് ചരക്കായി മാറുകയും അതിന്റെ ചരക്കുവൽക്കരണം സംഭവിക്കുകയും ചെയ്യുന്നു. 12ാമത്തെ ചോദ്യം: ഗോത്ര സമൂഹത്തിന്റെ 2 സവിശേഷതകൾ എഴുതുക. ഗോത്ര സമൂഹത്തിന്റെ 2 സവിശേഷതകൾ എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 86 നോക്കുക. ഗോത്രവർഗങ്ങളുടെ തനതായ സവിശേഷതകളാണ് സ്ഥിര സവിശേഷതയും ആർജിത സവിശേഷതയും. സ്ഥിര സവിശേഷത എന്നാൽ അവരുടെ പ്രദേശം, ഭാഷ, കായിക സവിശേഷതകൾ, പാരിസ്ഥിതിക വാസസ്ഥലം എന്നിവ ഉൾപ്പെടുന്നതാണ്. ആർജിത സവിശേഷത എന്നാൽ ഉപജീവന മാർഗം, ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ഉൾച്ചേരൽ എന്നിവയാണ്. 13ാമത്തെ ചോദ്യം: പ്രബല ജാതി എന്ന ആശയം വിശദമാക്കുക. പ്രബല ജാതി എന്ന ആശയം വിശദമാക്കുക. ഭാഗം 1 പേജ് നമ്പർ 64 നോക്കുക. സംഖ്യാബലവും ഭൂവുടമസ്ഥത വഴിയുള്ള സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ അധികാരമുള്ള ജാതികളെയാണ് പ്രബല ജാതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രമുഖ സമൂഹ ശാസ്ത്രജ്ഞനായ MN ശ്രീനിവാസ് ആണ് പ്രബല ജാതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പ്രബല ജാതികളുടെ ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവന്മാർ, കർണാടകത്തിലെ വൊക്കലിംഗർ, ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും കമ്മന്മാരും, മഹാരാഷ്ട്രയിലെ മറാഠികൾ തുടങ്ങിയവരാണ്. അടുത്തത് 14ാമത്തെ ചോദ്യം: ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുക. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുക. ഭാഗം 1 പേജ് നമ്പർ 34 നോക്കുക. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ആശ്രിത ജനവിഭാഗങ്ങളെക്കാൾ തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവരുടെ എണ്ണം കൂടുന്നതിനെയാണ്
ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത്. ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ നോക്കാം. ആശ്രയത്വം കുറയുന്നു, സാമ്പത്തിക വളർച്ച, ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു, രാജ്യ പുരോഗതി, മെച്ചപ്പെട്ട ജീവിത നിലവാരം, തൊഴിലാളികളുടെ വിതരണം കൂടുന്നു. 15ാമത്തെ ചോദ്യം, പൗരസമൂഹത്തിന്റെ പ്രാധാന്യം വിശദമാക്കുക. പൗരസമൂഹത്തിന്റെ പ്രാധാന്യം വിശദമാക്കുക. ഭാഗം 1 പേജ് നമ്പർ 150 നോക്കുക. വ്യക്തിയുടെ സ്വകാര്യ ജീവിത മണ്ഡലങ്ങൾ, രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങൾ, വിപണി, രാഷ്ട്രം, ഗവൺമെന്റ്, നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. ഉദാഹരണം NGOs, സിറ്റിസൺ ഫോറം, സ്വതന്ത്ര യുവജന പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയവയാണ്. പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവ എന്താണെന്ന് നോക്കാം. രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയാവരുത്, വാണിജ്യ താൽപര്യമോ ലാഭേച്ഛയോ പാടില്ല, സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിന്റെ ഭാഗമായിരിക്കും, എന്നാൽ സർക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിന്റെ ഭാഗമല്ല. അതുപോലെ പൗരസമൂഹം രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും രാഷ്ട്രത്തിന് മുൻപിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും പൊതു താൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അനീതി, അഴിമതി എന്നിവയ്ക്കെതിരെ പ്രതികരിക്കുകയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത് 16 മുതൽ 19 വരെയുള്ള ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 16ാമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര സങ്കല്പം, സ്വയം പ്രതിപതനം എന്നിവയുടെ ആശയം വിശദമാക്കുക. സമൂഹശാസ്ത്ര സങ്കല്പം, സ്വയം പ്രതിപതനം എന്നിവയുടെ ആശയം വിശദമാക്കുക. ഇത് ഭാഗം 1 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. സമൂഹശാസ്ത്ര സങ്കല്പം നോക്കാം. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിനായി പ്രശസ്ത അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം. ഇതിന്റെ പ്രധാന ആശയങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുടുംബം, സമ്പദ്വ്യവസ്ഥ, രാഷ്ട്രീയം, സംസ്കാരം എന്നിവ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. സാമൂഹിക സംഭവങ്ങളെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ മാത്രം കാണാതെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിലെ അസമത്വങ്ങൾ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. സ്വയം പ്രതിപതനം നോക്കാം. ഒരു വ്യക്തി സ്വന്തം ചിന്തകൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റം എന്നിവയെ വിമർശനാത്മകമായി വിലയിരുത്തുകയും അവ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്വയം പ്രതിപതനം. അതായത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ അവനവനിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് സ്വയം പ്രതിപതനം. ഇതിന്റെ ആശയങ്ങൾ സ്വന്തം പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സ്വയം വിലയിരുത്തുവാൻ സാധിക്കുന്നു, സമൂഹത്തിന്റെ സ്വാധീനം തന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു, തെറ്റുകൾ തിരുത്താനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു, സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യക്തിയുടെ ചിന്തയിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. 17ാമത്തെ ചോദ്യം, വെർച്വൽ വിപണി, കമ്പോളവൽക്കരണം എന്നിവ വിവരിക്കുക. വെർച്വൽ വിപണി, കമ്പോളവൽക്കരണം എന്നിവ വിവരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 99 മുതൽ നോക്കുക. വെർച്വൽ വിപണി നോക്കാം. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ സഹായത്തോടെ പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് വെർച്വൽ വിപണി എന്നറിയപ്പെടുന്നത്. ഓഹരി വിപണി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വ്യാപാരം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. കമ്പോളവൽക്കരണം നോക്കാം. ഉദാരവൽക്കരണ നയങ്ങളുടെ മറ്റൊരു പേരാണ് കമ്പോളവൽക്കരണം. വിപണികൾ ഉപയോഗിച്ച് സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക, വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കുക, വേതനങ്ങൾക്കും വിലകൾക്കും മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണം നീക്കം ചെയ്യുക തുടങ്ങിയവയാണ് കമ്പോളവൽക്കരണത്തിൽ ഉൾപ്പെടുന്നത്. അടുത്തത് 18ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ 4 മാനങ്ങൾ വിശദമാക്കുക. ആഗോളവൽക്കരണത്തിന്റെ 4 മാനങ്ങൾ വിശദമാക്കുക.
ഭാഗം 2 പേജ് നമ്പർ 105 നോക്കുക. ലോകം മുഴുവൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും പരസ്പരം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. ഇതിലൂടെ ലോകമൊരു ആഗോള സമുദായമായി മാറുന്നു. ആഗോളവൽക്കരണത്തിന് സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിവിധ തലങ്ങളുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക മാനങ്ങൾ നോക്കാം. ഉദാരവൽക്കരണ സാമ്പത്തിക നയം, രാജ്യാന്തര കോർപ്പറേഷനുകൾ, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ജ്ഞാന സമ്പദ് വ്യവസ്ഥ, ധനകാര്യത്തിന്റെ ആഗോളീകരണം എന്നിവയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന സാമ്പത്തിക മാനങ്ങൾ. ഉദാരവൽക്കരണ സാമ്പത്തിക നയം സർക്കാർ നിയന്ത്രണങ്ങൾ കുറച്ച് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സാമ്പത്തിക നയമാണിത്. രാജ്യാന്തര കോർപ്പറേഷനുകൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കമ്പോള സേവനം നടത്തുന്ന കമ്പനികളെയാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യ എന്നിവയിൽ അധിഷ്ഠിതമായ മാർഗങ്ങളിലൂടെ പണമിടപാടുകളും വാണിജ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത് വഴി സൃഷ്ടിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണിത്. ഇന്റർനെറ്റ് സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു. ജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അറിവിനെ അടിസ്ഥാനമാക്കിയ ഉൽപ്പന്നങ്ങൾ ഭാരരഹിതമായതിനാൽ ഇതിനെ ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അഥവാ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ധനകാര്യത്തിന്റെ ആഗോളവൽക്കരണം ഇത് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഇതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ ധനകാര്യ വിപണികൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നിക്ഷേപം, വായ്പ, കറൻസി ഇടപാടുകൾ, ഓഹരി വിപണി, ബാങ്കിംഗ് സംവിധാനം മുതലായവ അന്തർദേശീയ തലത്തിൽ വ്യാപകമാകുന്നു. ന്യൂയോർക്ക്, ടോക്കിയോ, ലണ്ടൻ എന്നിവയാണ് ആഗോള ധനകാര്യ വ്യാപാരത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ മുംബൈയാണ് ധനകാര്യ തലസ്ഥാനമായി അറിയപ്പെടുന്നത്. 19ാമത്തെ ചോദ്യം, മതനിരപേക്ഷത എന്ന ആശയം വിശദമാക്കുക. മതനിരപേക്ഷത എന്ന ആശയം വിശദമാക്കുക. ഭാഗം 1 പേജ് നമ്പർ 149 നോക്കുക. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയാധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇത് ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിന് മതം എന്ന സ്ഥാപനത്തിന് പുറത്ത് യുക്തിപരമായ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുക എന്നതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ആശയം. കൂടാതെ മതങ്ങൾ തമ്മിലുള്ള സമത്വവും പരസ്പര ബഹുമാനവുമാണ് മതനിരപേക്ഷതയുടെ ഹൃദയം. മതവിശ്വാസം വ്യക്തിയുടെ അവകാശമാണെന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇന്ത്യയിൽ മതചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും സർക്കാർ പിന്തുണ നൽകുന്നതും സാധാരണമാണ്. എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.